കിലോമീറ്റർ മാത്രം അങ്ങനെ നമ്മുടെ വഴി ഇനി വഴി മാത്രം SR ജംഗിൾ റിസോർട്ടിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇപ്പോ ഓഫ് റോഡ് കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ഓഫ് റോഡ് ആണ് ഇത്. റിസോർട്ടുകാരുടെ തന്നെ ഓഫ് റോഡ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നത്. ആക്ടിവിറ്റി നമ്പർ 1 ഓഫ് റോഡ്. അപ്പൊ നമ്മൾ എത്തിക്കൊണ്ട് നിൽക്കുന്നു. നമ്മുടെ ആക്ടിവിറ്റി നീണ്ടുകൊണ്ടാണ്. നല്ല ഓഫ് റോഡ് ആണ്. എക്സ്പീരിയൻസ് ഒക്കെ നല്ല ഉണ്ട്. 1 കിലോമീറ്റർ ഓഫ് റോഡ്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നു റിസോർട്ടിൽ. ആദ്യം നമുക്ക് പാർക്കിങ്ങിലോട്ട്. അതെ, പാർക്കിംഗ് ഞാനിവിടെ ഒരു മ്യൂസിക് ക്ലാസ് നടത്തുന്നു. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരാള് പറയടോ, ഒരു ആനയുടെ പുറത്ത് പാർക്കിങ്ങും ആനയുടെ റിസപ്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമ്പുരാനറിയാം എന്താണ്. ഓ മൈ ഗോഡ്, ആക്ടിവിറ്റീസ്. പാർക്കിംഗ് ഓ അത് മറ്റേ വണ്ടി ഇല്ലേ, സഫാരി മറ്റേ വണ്ടി, ചെറിയ വണ്ടി, ഇലക്ട്രിക് കുന്തുവണ്ടി. നമ്മള് പാർക്കിങ്ങിലോട്ട് പോകാൻ തുറന്നോ. ഇവിടെ നമ്മുടെ കാറ് വെച്ചിട്ട് ചീഞ്ഞ മണ്ണുണ്ടല്ലോ, അതിന്റെ മണം. ഓ വാവ്, അവർക്ക് ആയുർവേദിക് ആ സാധനം ചെയ്യണം കേട്ടോ. അതന്നെ ഇതാണ് ആന. പ്രതിമയാണെന്ന് മാത്രം. തൃക്കടവൂർ ശിവരാജു, നിലവിന്റെ തമ്പുരാൻ. ബെൻസിന്റെ അടുത്ത് ലെഫ്റ്റ് ആണ് നമ്മൾ അപ്പൊ നമുക്ക് വോൾവോന്റെയും ബെൻസിന്റെ ഇടയിൽ നമ്മുടെ എക്സ്റ്റർ. നമ്മുടെ ലെവലൊന്ന് നോക്ക്. സെക്ഷനിലോട്ട് പോകുന്ന നമ്മുടെ റൂമൊക്കെ അത് നമ്മൾ ഇതിന്റെ മുതലാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുതലാളി ഇപ്പൊ സ്ഥലത്തില്ല. ഏത് പിടിപാട് ഒരു ഇൻട്രോ ശരിയാണ് അവര്. അപ്പൊ പറയണേ എടുത്തോണ്ട് റൂമ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മള് സെറ്റാണ് ഏകദേശം. ഇതുകൊണ്ട് അടി കിട്ടുന്നത്. ആരോ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ പൊട്ടിച്ചിട്ട് നമുക്ക് വരാനുള്ള വണ്ടി വന്നു. അപ്പൻ അവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി എടുക്കാൻ പോയി. എന്താ വണ്ടി പതുക്കെ ഇട്ടാ പോകുന്നുള്ളൂ. അതെ, പതുക്കെ പോകുന്നില്ല. നമ്മളിപ്പോ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഉറക്കം സംസാരിച്ചിട്ട് എന്താ ഭാഷ അറിയില്ല, അതുകൊണ്ടൊരു കാര്യം. ഉറക്കം സംസാരിക്കാൻ കുഴപ്പമില്ല, ഭാഷ അറിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് വേറെ കാര്യം. അവിടെ നമുക്ക് ഗെയിമിംഗ് ഏരിയ ഒക്കെ എല്ലാം ഉണ്ട്. അതെ, നമ്മുടെ റൂമിലോട്ടാണ് പോണത്. നമ്മള് പോവാ സ്വിമ്മിംഗ് പൂളിൽ ചാടുക. ഇപ്പൊ തന്നെ കുറച്ച് നമ്മള് പോയി കഴിഞ്ഞാല് നമ്മൾ ഇങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ. നമ്മൾ ബോക്സിലൊക്കെ കിടക്കണ്ടേ, അത് റിസോർട്ട് ഫുള്ളൊന്നും ചുറ്റി കാണിക്കും. റൂമിലോട്ടുള്ളത് ഇങ്ങോട്ട് പാർക്കും. അവിടെ ഏതെങ്കിലും വണ്ടി ഇറക്കും. അവിടെ ട്രാക്ടർ എടുക്കണ്ടേ, ട്രാക്ടറിലൊക്കെ റൂമിലൊക്കെ വന്നത് ഏതാറില്ലേ. നാളെ ദിവസത്തേക്ക് പോവുകയാണ്. സോ ഫാമിലി സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിങ് അല്ല കേട്ടോ, സ്വിമ്മിങ് ആണ്. റൂമിൽ പോവാ. നമ്മള് നേരെ റൂമിലേക്കല്ല, ആദ്യം നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് കാണാം. ഇത് ഒന്നും ഫുള്ള് നമ്മുടെ പീസ് ഫുള്ള് നമ്മുടെ ഇവിടെ നമുക്ക് ഡ്രസ്സ് എടുത്ത് വെക്കാൻ, പിന്നെ ഒരു ടേബിൾ വരുന്നുണ്ട്, 2 ചെയർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമുക്ക് രണ്ടുപേർക്ക് നാളെ ഇവിടെ കിടക്കാം. അതെ, പുറത്ത് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ്. അതെ,
ഇനി നേരെ നേരെ ഉള്ളില് ഫുള്ള് വൈബാണ്. ഗൈസ് അപ്പൊ 3, 2, 1. ഇതാണ് നമ്മുടെ റൂമ്. ഇത് ഫ്രീ അല്ല, കെണി. കിട്ടിപ്പോയതാണ്. ഒരു വലിയ 32 ഇഞ്ചിന്റെ ടി വി ഉണ്ട്. അതിനെക്കാട്ടും വലിയ ടി വി ഞാൻ നേരത്തെ എന്റെ കണ്ണിന് കണ്ടിട്ടുണ്ടാവും. ഇതാണ് ചായ മേക്കർ. നമുക്ക് പ്രീമിയം വാട്ടർ കുടിക്കാം. ഗ്ലാസ് ഉണ്ട്, ചായ ഉണ്ട്, പാൽപ്പൊടി. ഇവിടെ ചീർപ്പൊക്കെ നമ്മൾ പറിച്ചെടുത്തു. പിന്നെ ഇതിന്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഒരു കവറ്, ഡ്രോയർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിന്റെ ഉള്ള ചെരുപ്പ് ഞങ്ങൾ കുറച്ചെടുത്തു, അത് ഞങ്ങൾ കുറച്ചിട്ടിടും. ബാത്റൂമിൽ കയറാം. ഇതാ നമ്മുടെ വിശാലമായ ബാത്റൂം. നല്ല ഓൾഡാണ് സുഹൃത്തുക്കളെ. അത് മഴ പെയ്യുന്ന എഫക്റ്റിൽ നമുക്ക് കുളിക്കാം. 2 ബ്രഷ് ഒരു പേസ്റ്റും ഉണ്ട്. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. 7 സ്വിമ്മിംഗ് പൂളിന്റെ ടൈം. നമ്മളിപ്പോ ആദ്യം സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണാം. നമ്മളിനി പോകുന്നത് ക്യാമറ പോകണ്ട. അതെ, ക്യാമറ ഇപ്പൊ നമ്മളിനി പോകുന്നതാണ്. നമ്മളിനി പോകുന്നതാണ് പോകുന്ന സ്ഥലം. അതായത് ഒരു കിടില സ്ഥലമാണ്. ആ കൊടക്കുള്ളത് പറയുമ്പോ സാഹസികതയുടെ നിറകുടം. പോകോ ടിവിയിൽ കണ്ട സ്ഥലം നിങ്ങൾ ഇവിടെ കാണും. ഇന്ദൂട്ടന്റെ വക. ഇതാ ഇന്ദൂട്ടന്റെ വക. ചറ അപ്പൊ അടുത്തതായി എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നമ്മള് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തേക്കേണ്ടത്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാ മാവന്റെ സൂപ്പർ പവേഴ്സ്? എടുക്കാക്കാശായി മാറിയ തുരുമ്പിൽ തിളക്കം വെക്കുന്നു. ഞൊടിക്കും കയ്യിൽ കേകണ മുഴക്കം പടക്കം പോലല്ലേ. കൺകെട്ടു കണ്ടിട്ടയ്യോ മിണ്ടാട്ടമില്ലാതായോ. കൺകെട്ടു കണ്ടിട്ടയ്യോ മിണ്ടാട്ടമില്ലാതായോ. നാം ഞെട്ടി നിൽക്കുന്നല്ലോ. അപ്പൊ നമ്മുടെ ചലഞ്ച് ഫെയിലായിരിക്കാണ്. മന്ത്രമില്ലാതെ മായകളില്ലാതെ ഇന്ദ്രലോകത്ത് ചെന്നത് പോലാണ്. ചന്ദ്രനെ ചൂണ്ടി ചന്തയിൽ വെട്ടിയിടാൻ തന്ത്രമോരോന്ന് തേടണ. അവിടത്തെ എന്തൊരു അത് ഇറക്കുന്ന ധൈര്യം. గెడ్డం పట్టా సవరిస్తుంటే సందద్దరిల్లే. ഇപ്പൊ കയറിയിട്ടുള്ളൂ, ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ട്. അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാം.
പോക്കിമോൻ ഗൈസ്, പോക്കിമോൻ സ്പോട്ടഡ്. അണ്ടർ വാട്ടറിനെ കാല് പിടിച്ച് നിർത്തും. ഹലോ ഗൈസ്, വന്നവിടെ ഫോണ് മുക്കി വെക്ക്. അനങ്ങാണ്ടക്ക് ഗൈസ് വരയ്ക്കുന്നത് കാണാണ്ടോ ഗൈസ്? ചെറുതായിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, എനിക്ക് മാത്രമേ ഈ കൂട്ടത്തിൽ ഇതറിയുള്ളൂ. എനിക്ക് പിന്നെ ക്യാമറമാൻ അപ്പൊ നമ്മള് ഫുഡ് അടിക്കാൻ പോവാണ്. തീരുമാനം എടുത്ത ഫ്ലാറ്റായി. പിന്നെ മെല്ലെ നീച്ചെ പുറത്തിറങ്ങി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്ന തണുപ്പുണ്ട്. തണുപ്പ് നിങ്ങൾക്കും നടക്കണ്ടേ? ഞാൻ ആ എ സിയിൽ പുതപ്പ് ഇത് സെറ്ററല്ല. അപ്പോ വായോ എല്ലാരും നമുക്ക് ഒപ്പം നാളെ ആസ്വദിച്ചിട്ട് പോവാ. അല്ല ഫുഡ് അടിക്കാൻ. ഇനി ബാക്കി നമ്മൾ ഫുഡ് അടിക്കാൻ പോണോടെ. ഐസ്ക്രീം എടുക്കാൻ ബുദ്ധിമുട്ടണു. ഞാനിവിടെ ആദ്യം എടുത്തിട്ട് വന്നു. അവർ രണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു ചേച്ചി വന്നപ്പോൾ ഡീസൻ്റ് സുഹൃത്തുക്കളെ ഒരു പെൺകുട്ടിയുടെ കണ്ട ഡീസൻ്റ് ആവും നമ്മുടെ രംഗം. ഫുഡൊക്കെ ഉണ്ടായിരുന്നോ? ഫുഡ് അടിപൊളി. ഉച്ചത്തെക്കാട്ടും അടിപൊളി ഫുഡ് രാത്രി. ഒന്ന് പറയോ? എന്തെങ്കിലും പറഞ്ഞു തരത്തില്ല. ഞാൻ നിന്ന് പോണ തൊട്ട് സൂക്ഷിക്കില്ല. നിന്റെ കണ്ണിലോട്ടും അങ്ങ് പേടിക്കില്ല. ഓ വിഷ്ണു ചൂടാവുന്നു. ചൂടാവില്ല, അവരും കാണിച്ചില്ല, അതുകൊണ്ടാ പറഞ്ഞു. ഞാൻ പോലും അതിനെനിക്ക് നല്ല പുലിമുരുകന്റെ ഓട്ടം കാണണമെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ അത് നമ്മുടെ വിഷ്ണു കാണിച്ചു തരും. പുലിമുരുകന്റെ ഓട്ടം എട്ടിരുന്ന് ഇങ്ങോട്ടുണ്ട് കാണിച്ചു. വണ്ടി ഉണ്ട് കേട്ടാ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കണേ. ഇതാണ് നമ്മൾ ഫുഡ് അടിച്ച നമുക്ക് ഭാഗ്യം. അവിടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡോർ ഗെയിംസ് അവിടെ ഉണ്ട്. നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെലിപ്പാഡ് പേരവിടെ കാണാണ്ടോ? ഫസ്റ്റ് പോയി ആൾക്കാരോട് ചോദിച്ചു. ഹെലിപ്പാഡ് കാണാല്ല. നമ്മുടെ വഴി തരുന്നടാ. ഇതല്ലല്ലോ, മറ്റേതാണ്. ഇത് മറ്റേ ഗെയിമിന് ഇൻഡോറിനാണേ. സോ ഗൈസ്, നമുക്ക് ഞങ്ങളിത് കൂടെ വരാം.
ഗായ്സ് ഗുഡ് നൈറ്റ്. അതാ വീഡിയോ റെഡിയല്ല. അയ്യോ കണ്ണിക്ക് വിളിച്ചടിക്കല്ലോ. കണ്ണിക്ക് വിളിച്ചടിക്കല്ലോ.